മദ്രസ പഠനം പൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠന സിലബസുമായി നജാത്ത് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നജാത്ത് ഡിപ്ലോമ കോഴ്സ് എന്ന പേരിലുള്ള സിലബസിൻ്റെ പ്രഖ്യാപനം തായ്ക്കാട്ടുകര നജാത്ത് നഗറിൽ വെച്ച് നടന്നു. സിലബസ് പ്രഖ്യാപന സമ്മേളനത്തിൽ മലപ്പുറം ഖാദി OPM മുത്തുക്കോയ തങ്ങൾ സിലബസ് പ്രകാശനം ചെയ്തു. വരുന്ന കുട്ടികൾ ഈ വളർന്നു വരുന്ന കുട്ടികളൊക്കെ ഏത് രൂപത്തിലാണ് തെർബിയ ചെയ്യേണ്ടത്, അവരെ ഏത് രൂപത്തിലാണ് നമ്മൾ വളർത്തിയിരിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ഒരു ദിശാബോധം നൽകുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്ന ആളാണ് ഓണംപള്ളി ഉസ്താദ്. അത് വാക്കിലും എഴുത്തിലും പലതിലും. ഞാനത് കൂടുതൽ പറയുന്നില്ല. സ്ഥാപനം ഇപ്പൊ നമ്മൾ ഈ സാമ്പത്തികമായ ഒരു ലാഭവുമില്ല, പിന്നെ ലാഭം കിട്ടുന്നത് അവിടെ എവിടെ? ഇത് പ്രാക്ടിക്കലാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാനിത് ഈ സ്കീം ഉദ്ഘാടനം ചെയ്യുകയാണ്. വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപീകൃതമായതാണ് നജാത്ത് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ M. അബ്ബാസ് പറഞ്ഞു. ദീനമായിട്ട് സ്ത്രീകളെ പഠിപ്പിക്കുക, സ്ത്രീകൾക്ക് ആവശ്യമായ ദീനിയായ ബോധമുണ്ടാക്കാനുള്ള കോഴ്സുകളോ അതിനുള്ള സിലബസുകളും തയ്യാറാക്കി ഒരു മദ്രസ അല്ലെങ്കിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ കുറേ കോഴ്സുകളുടെ പേര് പറഞ്ഞു. ആ നിലയിൽ നജാത്ത് ഡിപ്ലോമ കോഴ്സ് തുടങ്ങാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഇത് സഫലീകരിച്ചുമാറാകട്ടെ. മദ്രസ വിദ്യാഭ്യാസത്തിന് ശേഷം ഭൗതിക വിദ്യാഭ്യാസത്തിന് തടസ്സമാകാത്ത വിധം ആത്മീയ വിദ്യാഭ്യാസം നേടുവാനും മദ്രസ വിദ്യാഭ്യാസം കഴിയുന്നതോടെ മതപഠനത്തോട് വിട പറയുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിലുമാണ് സിലബസ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ മൗലാന ഖാലിദ് ഉസ്താദ് പാനിപ്ര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മുഹമ്മദ് ഹബീബ് മൗലവി, ഓണംപള്ളി അബ്ദുൽ സലാം മൗലവി, MA അലി, ബഷീർ ഫൈസി, ഡോക്ടർ റിയാദ്, ഷമീർ ബാക്കവി, PB അലിക്കുന്ന്, CK ഷമീർ, ജുനൈദ് വാഴക്കുളം, ഷിഹാബുദ്ദീൻ അൽ കാസിമി, യൂനിസ് റഹ്മാനി ചേലക്കുളം, ഇബ്രാഹിംകുട്ടി റഷാദി, താഹിർ ഫൈസി, ഡോക്ടർ മുഹീദ്ദീൻ ഇജാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഈ വർഷം ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് യാത്രയപ്പും നൽകി. ആലുവയിൽ നിന്നും ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സക്കീർ അറക്കൽ.